ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിൽ നിലപാട് കടുപ്പിച്ച് മുസ്ലിം ലീഗ്. കണ്ണൂരോ വടകരയോ വേണമെന്ന ആവശ്യം. സീറ്റ് വിട്ടുകിട്ടിയാൽ KM ഷാജിയെ മത്സരിപ്പിച്ചേക്കും. UDF യോഗം മാറ്റിയതിൽ അതൃപ്തി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. കണ്ണൂരോ വടകരയോ വേണമെന്നുള്ളൊരു ആവശ്യം. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശ്രുതി, ഇന്നലെയായിരുന്നു UDF-ൽ ഉഭയകക്ഷി ചർച്ചയുടെ ഭാഗമായി മുസ്ലിം ലീഗിനെ കോൺഗ്രസ് ക്ഷണിച്ചിരുന്നത്. എന്നാൽ നിയമസഭാ ചർച്ചകൾ നീണ്ടുപോയ സാഹചര്യത്തിൽ UDF യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രധാനമായും ആ യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കുള്ള സാധ്യത. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗ് വീണ്ടും ഉറച്ചു നിൽക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചില്ല എങ്കിൽ വയനാട് സീറ്റ് വിട്ടു നൽകുകയോ അല്ലെങ്കിൽ കണ്ണൂരോ വടകരയോ വേണമെന്നുള്ള ആവശ്യമാണ്. കാരണം മൂന്നാം സീറ്റിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നു. ആ അവകാശവാദത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നേതാക്കളും പറയുന്നത്. ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും ഇതേ ആവശ്യം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മൂന്നാം സീറ്റിന് അർഹതയുണ്ട്, അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണെന്നാണ് അവരും പറയുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകൾ അല്ലെങ്കിൽ UDF-ന്റെ സീറ്റ് ചർച്ചകൾ ഏകദേശം ധാരണയിലെത്തി എന്ന് പറയുമ്പോഴാണ് ലീഗ് പുതിയ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത്. 3 സീറ്റുകൾ മത്സരിക്കണം എന്ന അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ സമരാഗ്നി എന്ന് പറയുന്ന പ്രക്ഷോഭ പരിപാടി സംസ്ഥാനത്താകമാനം നടക്കുകയാണ്. അതിന്റെ ഭാഗമായി എവിടെയെങ്കിലും വെച്ച് പെട്ടെന്ന് UDF യോഗം ചേരുവാൻ കഴിയുന്ന സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വീണ്ടും UDF യോഗം ചേരുകയും അവിടെ വെച്ച് ലീഗുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലീഗ് ഈ അവകാശവാദത്തിൽ നിന്നും പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. എന്തായാലും ഇങ്ങനെ ഇത് മൂന്നാം സീറ്റ് എന്ന ഭാഗത്തിൽ മുറുകെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ചർച്ച ഒരു കീറാമുട്ടിയായി മാറാനും സാധ്യതയുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം സീറ്റ് ചർച്ചകൾ കൂടുതലായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് KPCC അധ്യക്ഷനും ഒപ്പം UDF-ന്റെ ചുമതലയുള്ള പ്രതിപക്ഷ നേതാവും കൂടിയാണ്. അത്തരത്തിൽ ഒരു പക്ഷേ ഇനി ഈ അവകാശവാദം കടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മുതിർന്ന നേതാക്കന്മാരെ, പ്രത്യേകിച്ച് UDF ഘടകകക്ഷിയിലുള്ള മുതിർന്ന നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതേസമയം നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അവിടെ വെച്ച് ഏകദേശം CPM സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ഒരു വ്യക്തത വരും എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CPM ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള അഭിപ്രായ ക്രോഡീകരണം സംസ്ഥാന കമ്മിറ്റിക്കും ഒപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റിനും ലഭ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാക്കന്മാരുമായുള്ള ചർച്ചകൾ നടക്കും. അങ്ങനെ ആ ചർച്ചയ്ക്കൊടുവിൽ ഒരുപക്ഷെ നാളെ CPM-ന്റെ പാർലമെന്റ് സ്ഥാനാർത്ഥികളെ അറിയാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും ഈ കണ്ണൂരും ഒപ്പം വടകരയും ശൈലജ ടീച്ചറിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോഴേക്കും മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ പേരും അതുപോലെ തന്നെ ആലപ്പുഴയിൽ G സുധാകരന്റെ പേരും ഒക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും തീരുമാനങ്ങൾ ഒരു പക്ഷേ നാളെ ഉണ്ടാകും. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഇനി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് വലിയ സ്ഥാനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാവാനാണ് സാധ്യത. ശ്രുതി, വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സീറ്റ് വിഭജന ചർച്ചകളിൽ പ്രതിസന്ധിയും സമ്മർദ്ദവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മൂന്നാം സീറ്റിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. കണ്ണൂരോ വടകരയോ വേണമെന്നുള്ള ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. സീറ്റ് വിട്ടുകിട്ടിയാൽ KM ഷാജിയെ മത്സരിപ്പിച്ചേക്കുമെന്ന അടക്കമുള്ള ആവശ്യങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉയർന്നിട്ടുണ്ട്. UDF യോഗം മാറ്റിയതിലും അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ബിനോയ് നൽകിയത്.